നമസ്കാരം. ഞാൻ ഗംഗ. ടാരോ ഹീലിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല, യാത്രയിലായിരുന്നു. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാനും അല്ലെങ്കിൽ എന്താ പറയുക, ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പം ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. അപ്പം നമുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ നിർദ്ദേശം എന്ന് നോക്കാം. അപ്പം ദ മിസ്സർ കോൺഷ്യസ്നസ് ഹീലിംഗ്, ഇങ്ങനെയാണ് കാർഡ് വന്നേക്കണത്. അപ്പോൾ ദ മിസ്സർ എന്ന് പറയുമ്പോൾ ഭയങ്കര പിശുക്കാണ് കാണിക്കണത്. കോൺഷ്യസ്നസ്, ബോധത്തിൽ, നിങ്ങളുടെ ബോധത്തിൽ നിങ്ങൾ ഭയങ്കര പിശുക്ക് കാണിക്കുന്നു. എന്തിനാണ് പിശുക്ക് കാണിക്കണത് എന്നുള്ളത് ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കണില്ല. ബോട്ടം ഓഫ് ഡെക്ക് വന്നേക്കണം ഇന്നർ വോയിസ് ആണ്. നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണെങ്കിൽ നിങ്ങൾക്ക് രോഗശാന്തി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കണില്ല എന്നുള്ളത് പറയണത്. യൂണിവേഴ്സ് അങ്ങനെയാണ് പറയണത്. അപ്പം നിങ്ങൾ ഹീലിംഗ് ചെയ്യണം, അതായത് ഹീലിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ ഹാർട്ട് ചക്ര പ്രത്യേകിച്ചുള്ളത് നിങ്ങളുടെ മനസ്സിനാണ് ഹീലിംഗ് ചെയ്യേണ്ടത്. മാനസികമായിട്ട് നിങ്ങൾ വിഷമിക്കുന്നു, വേദനിക്കുന്നു, അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥത, നിങ്ങളുടെ വയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ വല്ല സർജറിയോ അത്തരം ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ പോകണു, ഇല്ലെങ്കിൽ കടുത്ത തലവേദന, ഈ ഒരു 3 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കാർഡിലെടുത്ത് കാണിക്കണം. ഒന്നില്ലെങ്കിൽ വയറ് സംബന്ധമായുള്ള പ്രശ്നം, അല്ലെങ്കിൽ മാനസിക പ്രശ്നം, ഇല്ലെങ്കിൽ തലവേദന, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, അമിതമായ സ്ട്രെസ് കാരണം കൊണ്ട് നിങ്ങൾക്ക് കൺതടങ്ങളൊക്കെ കറുത്തിരിക്കാം, അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാം. കാരണം ഇന്നർ വോയിസ് നിങ്ങൾക്ക് ശരീരം എങ്ങനെയും ഒത്തിരി വിശ്രമം എടുക്കണം എന്നോ അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളതിൽ പിശുക്ക് കാണിക്കുകയാണ്. പിശുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പത്തോ അല്ലെങ്കിൽ സമൃദ്ധിയോ സ്വർണ്ണമോ ഒന്നല്ല പിശുക്ക് കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ രോഗത്തെ ശാന്തിപ്പെടുത്താൻ പിശുക്ക് കാണിക്കണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ അതേപോലെ വീട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാനോ. കാരണം വീട്ടിൽ ആരും ഇല്ല, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. അപ്പോൾ നിങ്ങൾ അനാരോഗ്യം ആണെങ്കിൽ പോലും നിങ്ങൾ അതെല്ലാം ചെയ്യണ്ടേ എന്ന് വിചാരിച്ചു ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് വരികയാണ്. അതായത് ഈ രോഗശാന്തിക്ക് പകരം അത് ഓരോ ദിവസം കൂടി വരുന്നു. ഒരു പക്ഷേ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും ഒരു വിഷയം വരാം. അതായത് ഹൃദയ സംബന്ധമായിട്ട് ഇത്തരം പേഷ്യൻസ് ആണ് എന്നെ കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ വയറ്, അല്ലെങ്കിൽ ഹൃദയം, അല്ലെങ്കിൽ തല. ഈ 3ഉം ഈ കാർഡ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ റെസിനേറ്റ് ആവണവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടു കളയുക. കാരണം ഇത് ബോധത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം. പക്ഷെ പിന്നെ വിചാരിക്കും അത് പിന്നീട് ആവാം, ഇപ്പോൾ അതിനുള്ള പറ്റിയ സാഹചര്യമല്ല. ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളൊന്ന് വിട്ടുമാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കാം നിങ്ങൾ അതിൽ പിശുക്ക് കാണിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രോഗശാന്തി ഒരു ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അത് ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. രോഗാനശേഷാനപംസി ദുഷ്ടാത്തു കാമാൻ സകലാനാഭിഷ്ടാൻ ത്വമാശ്രിതാന്ന ന വിഭിന്നരാണാം ത്വമാശ്രിതാം ഹയശ്രിതാം പ്രയന്തി. ഇത് നിത്യം ജപിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങളിലുള്ള രോഗത്തെ തടയാൻ പറ്റും. കാരണം ഇത് ദേവി മഹാത്മ്യത്തിലൊരു ശ്ലോകമാണ്. നിത്യം പരമാവധി ജപിക്കാൻ ഒരു 21 തവണയെങ്കിലും നിത്യം ജപിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മിറക്കൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണത് തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആ ശ്ലോകം എഴുതിയിടാം. അത് തെറ്റാതെ നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കണില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു ദോഷം വരും. പക്ഷെ നിങ്ങൾക്ക് ഇനി സമയമില്ല, സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ ഒരു ശ്ലോകം രോഗാനശേഷാൻ അപംസി രുഷ്ടാത്തു കാമാൻ സകലാനാഭിഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിഭിന്നരാണാം ത്വാമാശ്രിതാം ഹശ്രിതാം പ്രയന്തി. ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ നിത്യം കിടക്കാൻ നേരത്ത്, രാത്രി എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ആണ് ഇത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നി. അല്ലെങ്കിൽ പിന്നെ അതിരാവിലെയാണ്, അതിരാവിലെ മോർണിംഗിൽ
നിങ്ങൾക്ക് അത്ര നേരത്തെയൊക്കെ എണീറ്റിട്ട് ശരീരം ശുദ്ധിയായിട്ട് ചെല്ലാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ കിടക്കണ സമയത്തെങ്കിലും മത്സ്യമാംസങ്ങളൊക്കെ വയറു നിറയെ കഴിച്ചിട്ടൊന്നും ഈ ശ്ലോകം ജപിക്കരുത് കേട്ടോ. അല്ലാതെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ജപിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഹീലിംഗ് ആവണത് നിങ്ങൾക്കൊരു മിറക്കിൾ പോലെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ ഞാനൊരു സ്വിച്ച് വേർഡും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ആ സ്വിച്ച് വേർഡ് നിങ്ങൾ ഒരു 78 തവണ നിങ്ങളതൊരു ബ്ലൂ മഷി വെച്ചിട്ട് എഴുതിയിട്ട് നിങ്ങൾ തലോണ കീഴിലോ നിങ്ങൾ കിടക്കയുടെ കീഴിലോ വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഓരോ മാസം കൂടുമ്പോൾ അതൊന്നും മാറ്റിയിട്ട് അടുത്തത് പുതിയതായിട്ട് വീണ്ടും വെക്കുക കേട്ടോ. അത് ബോഡി പീസ്ഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് വേർഡ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ സ്വിച്ച് വേർഡ് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഈ പറയണ സ്വിച്ച് വേർഡ് ഞാൻ പറഞ്ഞ പോലെ എഴുതി വയ്ക്കുക. 9187948181. അതായത് 9187948181. ഇതൊരു ഹീലിംഗ് സ്വിച്ച് വേർഡാണ്. അപ്പോൾ ആ സ്വിച്ച് വേർഡ് നിങ്ങൾ എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ എപ്പോഴും കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഇന്നർ വോയിസ് എപ്പോഴും ബോധ മനസ്സിൻ്റെതല്ല, അത് ഉപബോധ മനസ്സ്, അതായത് യൂണിവേഴ്സ് തരുന്നതാണ് ഇന്നർ വോയിസ്. അപ്പോൾ മനസ്സ് എപ്പോഴും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഉപബോധ മനസ്സ് ഇന്നർ വോയിസ് നിങ്ങളോട് എപ്പോഴും പറയണം അത് ചെയ്യൂ എന്നുള്ളത് പറയും. എന്താണ് ഇന്നർ വോയിസ് പറയുമ്പോൾ യൂണിവേഴ്സ് തരണ നിർദ്ദേശമാണ്. അപ്പോൾ ഈ കോൺഷ്യസിൽ നമുക്ക് എപ്പോഴും തോന്നുന്നത് എന്താ, നമ്മളത് ചെയ്യണ്ട, അത് നമുക്ക് ചെയ്യാൻ സമയമായിട്ടില്ല, ചെയ്യാൻ സാഹചര്യമായിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പൈസ ഇല്ല എന്നുള്ളത്. പക്ഷെ ഇന്നർ വോയിസ് എന്ന് പറയുമ്പോൾ അതിന് സമയവും കാലമായി കഴിഞ്ഞാൽ ഇന്നർ വോയിസ് നിങ്ങൾക്ക് തരും, നിർദ്ദേശം തരും, നിങ്ങളത് പോയി ചെയ്യൂ. അത് നിങ്ങളുടെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോഡി ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം സാഹചര്യം ആയിട്ട് പോലും നിങ്ങൾ അതിന് ശ്രമിക്കണില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്വിച്ച് വേർഡും ഒരു ശ്ലോകം ഞാനിതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ പ്രായോഗികമാക്കുക. അതിന് മടി കൂടാതെ നിങ്ങൾ വൈകുന്നേരം ഞാൻ പറഞ്ഞു വയറു നിറയെ ഇറച്ചിമീനും കഴിച്ചിട്ട് ചെയ്യാനിരിക്കരുത്. വെജ് മാത്രം കഴിച്ചിട്ടാ പാടുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ രാത്രി കിടക്കണ നേരത്തെങ്കിലും നമ്മൾ പറയില്ലേ മൂക്കുമുട്ട ഇങ്ങനെ ഇറച്ചിയൊക്കെ കഴിച്ചോ അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചോ, മാംസാഹാരങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന മാംസാഹാരങ്ങളൊക്കെ വരുന്നവരെ കഴിച്ചിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ അത് ഫലം കിട്ടില്ല. കാരണം നമ്മുടെ ബോഡിയിലുള്ള വൈബ്രേഷൻ വേറെ തരത്തിലായിരിക്കും. അപ്പൊ അത് പരമാവധി നിങ്ങളപ്പോൾ രാത്രി ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാർക്ക് മോർണിംഗ് ടൈമിൽ ചെയ്യുക. മോർണിംഗ് ടൈമിൽ ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ നൈറ്റ് ടൈമിൽ ചെയ്യുക. നൈറ്റ് ടൈമിൽ ചെയ്യുമ്പോൾ പരമാവധി ബോഡി ഫ്രഷ് ആയിരിക്കണ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ യൂണിവേഴ്സ് നല്ല ഒരു ആരോഗ്യമൊക്കെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ കുറവാണ് കമൻറ്റ്, ലൈക്ക്. അതേപോലെ തന്നെ ഇതെല്ലാം കുറയുമ്പോൾ നമുക്ക് മടി വരും. സ്വാഭാവികമായിട്ടും നമുക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത് എന്തിനാ ഇപ്പോൾ ചെയ്യണേ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു മോട്ടിവേഷൻ. അതുകൊണ്ട് നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.